السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. സൗഭാഗ്യത്തിന്റെ രണ്ട് കാരണങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ജാസിബിൻ ജാഫർ അൽ കമിസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين من بعد. اتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു വെച്ചത് ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട ഉത്തരമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ചോദ്യം ഉന്നയിച്ചു, ചില ആളുകൾ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അതിന് മറുപടികൾ വളരെ കൃത്യമായി അവതരിപ്പിക്കുകയുണ്ടായി. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചതാണെങ്കിൽ പ്രാർത്ഥിക്കാതെ തന്നെ ലഭിക്കുകയില്ലേ എന്ന ചോദ്യമായിരുന്നു. അതിന് അഹ്ലുസുന്ന വൽ ജമാഅ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്തത് എന്നത് വളരെ കൃത്യവും വ്യക്തവുമായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് നമ്മൾ വായിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഏതൊരു കാര്യവും നടക്കണമെങ്കിൽ ദുനിയാവിൽ അള്ളാഹു സംവിധാനം വെച്ചിട്ടുള്ളത് ആ കാരണവുമായി ബന്ധപ്പെടണം എന്നതാണ്. കാരണവുമായി നമ്മൾ ബന്ധപ്പെടാതെ ഒരിക്കലും കാര്യം നടക്കുകയില്ല. ദുനിയാവിയായ ഏത് കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാലും നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ചില ആളുകൾ ഉഖ്റവിയായ ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങൾ, ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത അനാവശ്യമായ ചോദ്യങ്ങൾ, ഒരിക്കലും ഒരു ബുദ്ധിയുള്ള ഒരാൾ ചോദിക്കാത്ത ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അപ്പൊ അവിടെ അതിന്റെ ശരിയായ വശം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് നമ്മൾ അവസാനം അതിന്റെ വ്യത്യസ്തങ്ങളായ മറുപടികൾ സൂചിപ്പിച്ചു. പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുന്ന ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ മല്ലം യസ്അലില്ലാഹ് യഗ്ദബ അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടാത്ത ആളുകളോട് അല്ലാഹു കോപിക്കുമെന്ന്. അള്ളാഹുവിന്റെ കോപം കാരണമാവുക അള്ളാഹുവിനോട് ചോദിക്കാതിരുന്നു കഴിഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ കോപിക്കുക അവന്റെ ദുആയിൽ കുറവ് സംഭവിച്ചാലാണ് എന്ന്. ഒരിക്കൽ ഒരു സലഫ്, മുൻകഴിഞ്ഞു പോയ ഒരു മുൻഗാമി, അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു എന്ന്, ഏതാണ് ഏറ്റവും വലിയ ഖൈർ, എല്ലാ ഖൈറിനെയും സമ്മേളിപ്പിക്കുന്ന ഒരു കാര്യം എന്ത് എന്ന് അദ്ദേഹം ആലോചിച്ചു എന്ന്. അങ്ങനെ അദ്ദേഹം ആലോചിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു. നിസ്കാരമാണ്, നോമ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ജിമാഉൽ ഖൈർ, എല്ലാ ഖൈറിനെയും ഒന്നിപ്പിക്കുന്ന കാര്യം അത് ദുആ ആണ് എന്ന് പറഞ്ഞു. അത് ദുആ ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് മിഫ്താഉൽ ഖൈർ, ഖൈറിന്റെ താക്കോല്, അതേപോലെ തന്നെ ഖൈറിന്റെ എല്ലാ ഉറവിടവും അത് ദുആ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിക്കും സത്യമാണ്, നമുക്ക് ബോധ്യപ്പെടുന്ന വിഷയവും കൂടിയാണ്. എന്നിട്ട് അതിനുശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം, വഖദ് ദല്ലൽ അഖ്ലു വന്നഖ്ലു വൽഫിത്റു വതജാറുബുൽ ഉമമി അല ഇഖ്തിലാഫി അജ്നാസിഹാ വമിലലിഹാ വനിഹലിഹാ على أن التقرب إلى رب العالمين وطلب مرضاته والبر والإحسان إلى خلقه من أعظم الأسباب الجالبة لكل خير وأضدادها من أكبر الأسباب الجالبة لكل شر فما استجلبت نعم الله
واستدفعت نقمه بمثل طاعته والتقرب إليه والإحسان إلى خلقه. എന്നിട്ട് വേറെ ഒരു വിഷയത്തിലേക്ക് കടക്കാം. തീർച്ചയായും അഖ്ല്, നമ്മുടെ ബുദ്ധി, നമ്മുടെ നഖ്ല്, നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്ന ഖുർആനും സുന്നത്തും, വൽ ഫിത്തർ, നമ്മുടെ ഫിത്രത്ത്, നമ്മുടെ സൃഷ്ടിപ്പ്, നമ്മുടെ മനസ്സ് തേടുന്നത്, അതേപോലെ തന്നെ എക്സ്പീരിയൻസ്, ഓരോ ഉമ്മത്തും കഴിഞ്ഞു പോയിട്ടുണ്ട്, ഓരോ സമൂഹവും കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരുടെ എല്ലാം എക്സ്പീരിയൻസും ഇതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഏത് മതത്തിലുള്ള ആളുകളാകട്ടെ, ഏത് മതത്തിലുള്ള ആളുകളുടെയും അനുഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, തീർച്ചയായും അള്ളാഹുവിലേക്ക് അടുക്കുക, അവന്റെ തൃപ്തി കാംക്ഷിക്കുക, നന്മ ചെയ്യുക, ജനങ്ങൾക്ക് ഇഹ്സാൻ ചെയ്യുക, ജനങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവന്റെ ജീവിതത്തിലേക്ക് നന്മ കൊണ്ടുവന്നു തരും എന്നാണ്. അതായത് നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞു വെച്ചത് എന്ത് കാര്യം നടക്കണമെങ്കിലും കാരണങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാം, ജീവിതത്തിൽ നമുക്ക് ഖൈറാത്തുകൾ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ നന്മകൾ ചെയ്യണം, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം, അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിക്കണം, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം, ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കണം, ആളുകളെ സഹായിക്കണം, ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ജീവിതം അവൻ എളുപ്പമാക്കി കൊടുക്കും എന്നാണ് പറയുന്നത്. അത് എല്ലാ മില്ലത്തിന്റെയും അവസ്ഥ അത് തന്നെയാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ മില്ലത്തിന്റെയും എന്ന് പറയുമ്പോൾ ഏതൊരു സമൂഹവും അവർക്കറിയാം, നന്മകൾ ചെയ്താലാണ് അള്ളാഹുവിന്റെ ഖൈറുകൾ കൂടുതലായി ലഭിക്കുക, നന്മകളിൽ കുറവ് സംഭവിച്ചാൽ അതിനനുസൃതമായ കുറവ് ജീവിതത്തിൽ ഉണ്ടാകും, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയാം. എന്നിട്ടോ ഒരാൾ തിന്മയാണ് ജീവിതത്തിൽ ചെയ്യുന്നതെങ്കിൽ അവന് ജീവിതത്തിൽ മോശമായ അനുഭവങ്ങളാണ് ഉണ്ടാകുക, അവന്റെ ജീവിതം കുടുസാവും. വിശുദ്ധ ഖുർആനിലെ ആയത്ത് അറിയിച്ചു തരുന്നതും അതന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കുന്ന ഹൃദയങ്ങൾക്ക് മാത്രമാണ് ശാന്തി ലഭിക്കുക എന്ന്. അള്ളാഹുവിനെ ഓർക്കാത്ത ഹൃദയത്തിനോ ശാന്തി ലഭിക്കൂല, ഹൃദയം കുടുസാകുന്ന അവസ്ഥ ഉണ്ടാവും, ഹൃദയത്തിന് ഭയങ്കരമായ ലീഖ് അനുഭവപ്പെടും. ഇതൊക്കെ എന്തുകൊണ്ടാ? ദീനിൽ നിന്ന് അകന്നു പോവുകയാണ്. എന്നിട്ട് പറയാണ്, അള്ളാഹുവിലേക്ക് അടുക്കുന്ന സന്ദർഭത്തിൽ അവന് അള്ളാഹുവിന്റെ നിഅമത്തുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന് അകന്നു പോകുന്ന അനുസൃതമായിക്കൊണ്ട് അള്ളാഹുവിന് അകന്ന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷർറുകൾ, ഫിത്നകൾ, പരീക്ഷണങ്ങൾ ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത്. ഇത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നന്മകൾ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് എളുപ്പമാകും, എന്നാൽ അതേ സമയത്ത് തിന്മകൾ ചെയ്തു കഴിഞ്ഞാലും പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങളാകട്ടെ നമുക്ക് ഒരു നിലക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വരെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഹാദാ ഫിൽ ഖുർആനി യസീദു അലാ അൽഫി മൗദിഅ, വിശുദ്ധ ഖുർആനിൽ 1000-ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ആയത്തുകളിൽ പ്രതിപാദിച്ച വിഷയമാണ് ഇത് എന്ന്. അതായത് കാരണത്തെ കാര്യവുമായി ബന്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ചില സമൂഹത്തെ നശിപ്പിച്ചു. എന്താണ് കാരണം? അവർ തിന്മ ചെയ്തു, അള്ളാഹു ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായി. അങ്ങനെ ഉണ്ടായത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ശിക്ഷിച്ചു. എന്നാൽ അതേ സമയത്ത് ചില സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി. ഇതാണ് കാരണം, അവർ നന്മ ചെയ്തു, അവർ നന്മയിൽ മുന്നേറി, അവർ നന്മയുടെ വാഹകരായി മാറി. ഇത് വിശുദ്ധ ഖുർആനിൽ പല ആവർത്തി അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചില ആയത്തുകൾ ഇങ്ങനെ എടുത്തു കൊടുക്കാൻ, അതായത് ചില ആളുകൾ തിന്മ ചെയ്യും, അതിനനുസരിച്ച് അള്ളാഹു അവർക്ക് ശിക്ഷ ഏർപ്പെടുത്തി കൊടുക്കും. ചില ആളുകൾ നന്മ ചെയ്യും, അതിനനുസൃതമായി അള്ളാഹു അവരെ സഹായിക്കും. സൂറത്തു സുഖ്റൂഫിൽ 55-ാമത്തെ ആയത്ത്, ഫലമ്മാ ആസഫൂനാ ഇൻതഖംനാ മിൻഹും, അവർ അള്ളാഹുവിനെ കോപിപ്പിച്ചപ്പോൾ, അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തിയപ്പോൾ, ഇൻതഖംനാ മിൻഹും, അള്ളാഹു പറഞ്ഞു ഞാൻ പ്രതികാരം ചെയ്തു എന്ന്. അള്ളാഹു അവരെ ശിക്ഷിക്കുന്ന അവസ്ഥയുണ്ടായി. അതേപോലെ തന്നെ സൂറത്തുൽ ആലു ഇമ്രാൻ, സൂറത്തുൽ അൻഫാൽ, സൂറത്തുൽ അൻആം, സൂറത്തുൽ അഅറാഫ്, ഇതിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദാലിക ബിമാ ഖദ്ദമത് ഐദീകും ബിമാ കുൻതും തഅമലൂൻ ബിമാ കാനൂ യക്സിബൂൻ ദാലിക ബിഅന്നഹും കദ്ദബൂ ബിആയാതിനാ. എല്ലാ ശിക്ഷകളും ഇറങ്ങാനുള്ള കാരണം എന്താ? അവർ ചെയ്തു കൂട്ടിയതാണ്, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളാണ്, അവരുണ്ടാക്കി വെച്ച കാരണങ്ങളാലാണ്
നമ്മുടെ ആയത്തുകളെ അവർ കളവാക്കി, അപ്പോൾ അവർക്ക് അതിനനുസൃതമായ ശിക്ഷ വന്നു ഭവിക്കുകയുണ്ടായി. അവർക്ക് എന്താണോ നസീഹത്തായി നൽകപ്പെട്ടത്, ഉപദേശമായി നൽകപ്പെട്ടത് അനുസരിച്ചു, അതവർ അനുസരിച്ചിരുന്നെങ്കിൽ ലക്കാന ഖൈറൻ ലഹും, അത് അവർക്ക് ഖൈറായി മാറുമായിരുന്നു. അപ്പൊ ഇതുവരെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് എല്ലാ കാര്യങ്ങളും അള്ളാഹു ബന്ധപ്പെടുത്തിയത് കാരണവുമായിട്ടാണ്. വിശുദ്ധ ഖുർആനിൽ 1000-ഓളം സ്ഥലങ്ങളിൽ അങ്ങനെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെയും അവസ്ഥ അത് തന്നെയാണ്. നന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നു, തിന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഒരിക്കൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന പ്രസിദ്ധമായ ഒരു സംഭവം, നമ്മൾ പല ആളുകളും കേട്ട സംഭവമാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, അതഫിറു മിൻ ഖദരിൽ, അള്ളാഹിന്റെ ഖദറിൽ നിന്ന് ഒളിച്ചോടാണോ ഉമർ? നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്ന് ചോദിക്കാൻ. ഒരു സമയത്ത് വ്യാപകമായ രോഗം പ്രചരിക്കുന്നു. അങ്ങനെ രോഗം ആളുകൾക്കൊക്കെ ബാധിച്ചു തുടങ്ങുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു നാട്ടിലേക്ക് പോകാൻ, അതില്ലാത്ത നാട്ടിലേക്ക് പോകാൻ. ആ സമയത്താണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ചോദിക്കുന്നത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നഫിറു മിൻ ഖദരില്ലാ ഇലാ ഖദരില്ല, അള്ളാഹിന്റെ ഒരു ഖദറിൽ നിന്ന് മറ്റൊരു ഖദറിലേക്ക് പോകുന്നതാണ് എന്ന്. എല്ലാം അള്ളാഹുവിന്റെ ഖദറാണ്. അപ്പൊ ഇവിടെ അള്ളാഹു രോഗം ഖദറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള പോംവഴി എന്താ? അള്ളാഹു മറ്റു രാജ്യത്ത്, മറ്റു പ്രദേശത്ത് അത് അള്ളാഹു ഖദറാക്കിയിട്ടില്ല. അപ്പൊ അവിടെ പോയി രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഏതുപോലെ നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു, ആ വിശപ്പിനെ നീക്കം ചെയ്യൽ അള്ളാഹുവിന്റെ ഖദർ കൊണ്ടാണ്. അതെന്താ? ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. അപ്പൊ ഒരു ഖദറിൽ നിന്ന് മറ്റൊരു ഖദറിലേക്ക് പോവുക എന്നതാണ് പോംവഴി എന്നാണ് പറയുന്നത്. ഫബിൽ ജുംല, മൊത്തത്തിൽ പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഫൽ ഖുർആനു, വിശുദ്ധ ഖുർആൻ, മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി സരീഹുൻ ഫീ തറത്തുബിൽ ജസാഇ ബിൽ ഖൈരി വശർരി വൽ അഹ്കാമുൽ ഖൗനിയ വൽ അംരിയ അലൽ അസ്ബാബ് ബൽ തറത്തുബി അഹ്കാമിദ് ദുനിയ വൽ ആഖിറ വമസാലിഹിഹിമാ വമഫാസിദിഹിമാ അലൽ അസ്ബാബി വൽ അഅമാൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചു നോക്കും. നിങ്ങൾ ഒരു ദിവസം വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു പേജ് വായിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ശിക്ഷിക്കാനുള്ള കാരണം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ആളുകളെ പറയുമ്പോൾ അതിന് കാരണമായ അഅമാലുകൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ടാവും. സൂറത്തുൽ മുഅ്മിനൂൻ ആരംഭിക്കുന്നത് തന്നെ മുഅ്മിനീങ്ങളുടെ സിഫത്തുകൾ, അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു അവിടെ തന്നെ പറയുന്നെന്താ? ഈ കൂട്ടർക്കാണ് സ്വർഗമുള്ളത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്തുകൊണ്ട്? അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് എന്ന്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവസാനിപ്പിക്കാൻ, ഈ മസ്അല അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. വമൻ ഫഖിഹ ഹാദിഹിൽ മസ്അല വതഅമ്മലഹാ ഹഖ്ഖ തഅമ്മുൽ ഇൻതഫഅ ബിഹാ ഗായതൻ നഫ്. ആരെങ്കിലും ഒരാൾ ഈ മസ്അല കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അവന് വല്ലാത്ത ഉപകാരം ജീവിതത്തിൽ ഉണ്ടാകും. വലം യത്തഖിൽ അലൽ ഖദ്രി ജഹ്ലൻ മിൻഹു വഅജ്സൻ വതഫരീഖൻ വഇദാഅ. അവൻ ഒരിക്കലും ഖദറിൽ പഴി പറയൂല, അവൻ ഖദറിൽ അവന്റെ തവക്കുലിനെ കെട്ടിവെക്കൂല. എന്റെ ഖദറാണ് എന്ന് പറഞ്ഞ് അവൻ നിൽക്കൂല. അവന് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കും, ഹാർഡ് വർക്ക് ചെയ്യും, ആമാലുകൾ ചെയ്യും, ജീവിതം ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട്, സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ട്. എന്ത് ചെയ്യൂല? വെറുതെ വീട്ടിലിരുന്ന് ഖദറിനെ പഴി പറയുന്ന അവസ്ഥ ഉണ്ടാകൂല. മറിച്ച് ഉത്സാഹത്തോടു കൂടി, ഉന്മേഷത്തോടു കൂടി മുന്നേറും എന്നാണ് പറയുന്നത്. എന്നാൽ ചില ആളുകൾ ഖദറിൽ അവലംബിക്കും. അവർ എന്റെ ജീവിതം ഇങ്ങനെയാണ്, ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു നിന്നാലോ? ഫയകൂനു തവക്കുലുഹു അജ്സ, അവന്റെ തവക്കുൽ അശക്തതയാണ്. ഓന് ഖദറിനെ അവലംബിച്ചാൽ ഓന്റെ തവക്കുൽ അശക്തതയാണ്. വഅജ്സുഹു തവക്കുല, അവന്റെ അശക്തതയാണ് തവക്കുൽ എന്നും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. ഉദാഹരണത്തിന് ഒരാൾ പറയാണ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു വെറുതെ ഇരുന്നാലോ? അവന്റെ തവക്കുൽ എന്തിലാണ്? ഒന്നും ചെയ്യാതിരിക്കുക എന്ന പ്രവർത്തനത്തിലാണ് അവന്റെ തവക്കുൽ. ഒന്നും ചെയ്യാതിരിക്കുക എന്നത് തവക്കുലായി കഴിഞ്ഞാലോ ജീവിതത്തിൽ ഒന്നും സംഭവിക്കൂല, ജീവിതത്തിൽ ഒന്നും സംഭവിക്കാത്ത അവസ്ഥ ഉണ്ടാകും. അതേ സമയത്ത് നമ്മൾ അള്ളാഹുൽ ബരമേൽപ്പിച്ച് കാര്യങ്ങൾ ചെയ്യണം, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, നിങ്ങൾ തവക്കുൽ ചെയ്യേണ്ടതുപോലെ അള്ളാഹുവിനോട് തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ ലറസഖകും കമാ യുർസഖുത് ത്വയ്ർ, ഒരു പക്ഷിക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് കൊടുക്കുന്ന. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാവിലെ ഒരു പക്ഷി പുറപ്പെടാൻ തവക്കുലോട് കൂടി പുറപ്പെടുകയാണ്. അതായത് അത് അതിന്റെ സഈ, അതിന്റെ പ്രവർത്തനം അത് ചെയ്യുന്നു, അതിന്റെ കാരണം അത് തേടുന്നു, കാരണം തേടി ഇങ്ങനെ പോകുന്നു. വൈകുന്നേരം ആകുമ്പോൾ അത് തിരിച്ചു വരികയാണ്. എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? വയറ് നിറഞ്ഞതായ നിലക്കാണ്. ഹദീസിൽ പറയുന്നുണ്ട്,
ഒട്ടിയ വയറുമായി രാവിലെ പോകുന്നു, തിരിച്ചു വരുമ്പോൾ നിറഞ്ഞ വയറുമായിട്ടാണത് കടന്നു വരുന്നത് എന്ന്. അതായത് നമ്മൾ കാരണങ്ങൾ സ്വീകരിച്ചാൽ, അള്ളാഹുൽ തവക്കുൽ വെച്ച് പുലർത്തിയാൽ അള്ളാഹു നമ്മെ സഹായിക്കും, നമുക്കൊരു റിസൾട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാകും. അതല്ലാതെ ഖദറിനെ പഴി പറയുന്ന ഒരു അവസ്ഥാവിശേഷം ഒരു മുഅ്മിനിന് ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ഒരിക്കലും ആ രൂപത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകരുത്, അങ്ങനെ ചിന്തിക്കരുത്. വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ ബുദ്ധി അങ്ങനെയല്ല, നമ്മുടെ ഫിത്രത്ത്, നമ്മുടെ മനസ്സിന്റെ തേട്ടവും അങ്ങനെയല്ല. ഇനി എന്തിനേറെ മറ്റു പല സമൂഹങ്ങളും കഴിഞ്ഞുപോയ ഏത് മതസ്ഥരാകട്ടെ അവരുടെ എല്ലാം നിലപാടും ഇത് തന്നെയാണ് എന്ന് പറയാം. ബലിൽ ഫഖീഹു കുല്ലുൽ ഫഖീഹി അല്ലദി യറുദ്ദുൽ ഖദ്റ ബിൽ ഖദ്ർ എന്ന യഥാർത്ഥ ഫഖീഹ് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ പാണ്ഡിത്യമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ഖദ്റിനെ ഖദ്ർ കൊണ്ട് നേരിടുന്നവരാണ്. വയുആരിദുൽ ഖദ്റ ബിൽ ഖദ്ർ ബൽ ലാ യുംകിനുൽ ഇൻസാന യഈഷു ഇല്ലാ ബിദാലിക്. ഒരു മനുഷ്യൻ അങ്ങനെയല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയല്ലേ, ഖദറിനെ ഖദർ കൊണ്ട് നേരിടുക എന്നുള്ളത്. ഫഇന്നൽ ജൂഅ വൽ അത്ശ വൽ ബർദ വഅൻവാഅൽ മഖാഫിഫ് വഅൻവാഅൽ മഖാവിഫ് والمحاذير هي من القدر والخلق كلهم ساعون في دفع هذا القدر بالقدر. സൃഷ്ടികളെല്ലാം അങ്ങനെ ചെയ്യുന്ന ആളുകളാണ്. എല്ലാ സൃഷ്ടികളും ഖദറിനെ ഖദർ കൊണ്ട് നേരിടുന്ന ആളുകളാണ്. വഹകദ മൻ വഫഖഹുല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ച ആളുകൾ അവന്റെ ജീവിതത്തെ ഇങ്ങനെയാണ് കൊണ്ടുപോവുക. വഅൽഹമഹു റുഷ്ദഹു, അള്ളാഹു ഹിദായത്ത് നൽകിയവൻ അവന്റെ ജീവിതത്തെ ഇങ്ങനെ ക്രമീകരിക്കും. യദ്ഫഉ ഖദ്റൽ ഉഖൂബ അൽ ഉഖറവിയ്യ ബിഖദ്രി തൗബതി വൽ ഈമാനി വൽ അഅമാലി സ്സാലിഹ. ഒരാൾ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മയെ എങ്ങനെ ഖദർ കൊണ്ട് നേരിടുക? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇസ്തിഗ്ഫാറിനെ തേടണം, തൗബ ചെയ്യണം. അപ്പൊ അവൻ എന്ത് ചെയ്യും? തൗബ ചെയ്യും, അഅമാലുകൾ വർദ്ധിപ്പിക്കും, ഇസ്തിഗ്ഫാർ ചെയ്യും. എന്തുകൊണ്ട്? ഉഖറവിയായ ഒരു ശിക്ഷ അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ ശിക്ഷയെ നമുക്ക് എങ്ങനെ തടുക്കാൻ സാധിക്കുക? ഖദർ കൊണ്ട് തടുക്കാൻ സാധിക്കും. അതെന്താണ്? തൗബ, ഇസ്തിഗ്ഫാർ, അഅമാലുകൾ, ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. ഫഹാദാ വിസാനുൽ ഖദ്രിൽ മഖൂഫ് في الدنيا وما يضاده سواء فرب الدارين واحد وحكمته واحدة لا يناقض بعضها بعضا ولا يبطل بعضها بعضا. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു അങ്ങേയറ്റത്തെ ഹിക്മത്തുടയവനാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ ഹിക്മത്തിൽ യാതൊരു തെറ്റും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ദുനിയാവിലെ സംവിധാനങ്ങൾ അള്ളാഹു ഇങ്ങനെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ മസ്അല വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഫഹാദിഹിൽ മസ്അല മിൻ അഷ്റഫിൽ മസാഇൽ ലിമൻ അറഫ ഖദ്റഹ. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വളരെ വലിയ മസ്അലയാണ്. അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കണം. വറാഅഹ ഹഖ്ഖ റിആയതിഹ, അതിനെ കൃത്യമായി പരിഗണിക്കുകയും കൃത്യമായി കൈകാര്യം ചെയ്യുകയും ചെയ്യണം. അല്ലാഹുൽ മുസ്തഅൻ, അല്ലാഹുവാണ് നമ്മെ സഹായിക്കുന്നവൻ എന്ന് പറയും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് രണ്ട് കാര്യങ്ങൾ, ജീവിതത്തിൽ നമുക്ക് സന്തോഷം തരുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാം. പക്ഷെ രണ്ട് കാര്യങ്ങളുണ്ട്. അവന്റെ സന്തോഷവും അവന്റെ സൗഭാഗ്യവും ആ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ലഭിക്കുക. അതിലൊന്ന് ഷർറിന്റെയും ഖൈറിന്റെയും കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ജീവിതത്തിൽ എന്ത് ചെയ്താലാണ് ഷർർ ഉണ്ടാവുക, എന്ത് ചെയ്താലാണ് ഖൈർ ഉണ്ടാവുക, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ويكون له بصيرة في ذلك بما يشاهده في العالم. അവന് ഉൾക്കാഴ്ച ഉണ്ടാകണം, ലോകത്തെക്കുറിച്ച് ധാരണ ഉണ്ടാകണം. ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങൾ അവനവന്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കണം. അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു, എന്തായിരിക്കും കാരണം എന്നിങ്ങനെ അവൻ ചിന്തിക്കണം. വമാ ജറബഹു ഫി നഫ്സിഹി വഗൈരി, അവന്റെ നഫ്സിനെ കുറിച്ച് അവൻ ചിന്തിക്കണം, മറ്റുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കണം. നമുക്കറിയാം, നല്ല നല്ല ആളുകളാണ്, നല്ല നല്ല മനുഷ്യന്മാരാണ്. പക്ഷെ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിക്കുന്നു, അവരുടെ ജീവിതമാകെ തകിടം മറിയുന്നു, ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. എന്താണ് കാരണം എന്ന് അന്വേഷിച്ചു നോക്കണം എന്ന്. ചില ആളുകൾ ഹിദായത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളായിരിക്കും, അഹ്ലുസുന്നക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അഹ്ലുസുന്നയിൽ നിന്ന് തന്നെ വ്യതിചലിച്ചു പോകുന്ന അവസ്ഥ. എന്താണ് കാരണം എന്ന് അന്വേഷിച്ചു നോക്കണം. അവന്റെ നഫ്സിന് സംഭവിക്കുന്നതും മറ്റുള്ള ആളുകൾക്ക് സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടത് അവൻ അന്വേഷിച്ചു നോക്കണം, അതിന്റെ കാരണം എന്താണ് എന്ന്. ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഇസ്തിഖാമത്തിലുള്ള മനുഷ്യനാണ്, നല്ല രൂപത്തിൽ ദീന് അനുസരിച്ച് ജീവിക്കുന്ന, ദീന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന, ഓരോ സമയവും ദീനിനു വേണ്ടി മാറ്റിവെക്കുന്ന ഒരു വ്യക്തി, അതായത് ഇസ്തിഖാമത്തുള്ള മനുഷ്യൻ. അവൻ പെട്ടെന്ന് തെറ്റിപ്പോകാൻ, ദീനൊക്കെ മാറ്റിവെച്ച് ഒരു ലിബറൽ ചിന്താഗതിയിലൂടെ കടന്നു പോവുക. മുസ്ലിമാണ്, എന്നാൽ ഒരു ലിബറലായി ഇങ്ങനെ ജീവിക്കാൻ.
എന്തായിരിക്കും അതിന്റെ കാരണം? പെട്ടെന്ന് തന്നെ ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു പോവുക, ഹിദായത്ത് നഷ്ടപ്പെട്ടു പോവുക, ഇതിനൊക്കെയുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത് 2 കാരണങ്ങളാണ്. 2 കാര്യങ്ങളാണ് പറയുന്നത്. ആ 2 കാര്യങ്ങൾ മൂലമായിരിക്കാം അവന്റെ ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടത് എന്ന്. ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ട ആളുകളുടെ വിഷയത്തിലെല്ലാം ഈ 2 കാരണങ്ങൾ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ കാരണം നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ ആ കാരണം എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇസ്തിഖാമത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതിൽ ഒന്നാമത്തേതായി പറയുന്നത്, ഒരു തിന്മ ഒരാൾക്ക് സംഭവിച്ചാൽ നമ്മൾ അവരെ തഈർ ചെയ്യരുത് എന്ന്. അവരെ ആ തിന്മയുടെ പേരിൽ ക്രൂശിക്കുകയും ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മുടെ അവസാനവും ആ തിന്മ ചെയ്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. നമ്മളും അവസാനം മരണപ്പെടുക ആ തിന്മയോടുകൂടി ആയിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. ഹിദായത്ത് ലഭിച്ച ആളുകൾ, ഹിദായത്ത് ലഭിക്കാത്ത ആളുകളെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിൽ അവർക്കും ലഭിക്കണമെന്ന ആഗ്രഹമാണ് ഉണ്ടാകേണ്ടത്. അതല്ലാതെ അവരെ അടച്ചാക്ഷേപിക്കുക, അവരെ കളിയാക്കുക, അവരെ മോശമായ രൂപത്തിൽ അവരെ പേര് വിളിച്ച് ആളുകളുടെ മുമ്പിൽ അവരുടെ സ്ഥാനത്തെ കുറച്ച് കളയുക, ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുതെന്ന്. തഈർ ചെയ്യരുത്. നമുക്ക് എപ്പോഴും ഒരു വിഷമം ഉണ്ടാകും. കാരണം നമുക്ക് കിട്ടിയത് നമ്മുടെ കഴിവുകൊണ്ടല്ല, നമുക്ക് എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ മഹൽ ഫദ്ല് മാത്രം, അള്ളാഹിന്റെ ഫദ്ല് കൊണ്ട് മാത്രം. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാരണം തഈറാൻ. നമ്മൾ എന്ത് ചെയ്യരുത്? ഏതെങ്കിലും ഒരാൾ തിന്മയിൽ പെട്ടുകഴിഞ്ഞാൽ അവനെ കുറ്റപ്പെടുത്തുകയോ അവനെ കുറിച്ച് മോശം പറയുകയോ ചെയ്യരുത്. നാളെ നമ്മളും അതേ തിന്മയിൽ ചെന്ന് പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഒരു പേടി ഉണ്ടാകും. എല്ലാ ആളുകൾക്കും ഹൈർ പ്രതീക്ഷിക്കുക, ആരിൽ നിന്നും ഷർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. അതാണ് ഒന്നാമത്തെ കാരണം പറഞ്ഞത്. രണ്ടാമത്തത്, അവന് ലഭിച്ച അനുഗ്രഹത്തിൽ അവൻ ശുക്ർ അർപ്പിച്ചിട്ടുണ്ടാവുകയില്ല എന്ന്. അതുകൊണ്ട് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്റുകൾ നമുക്ക് നൽകാൻ സാധിക്കണം. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. നമ്മളൊന്ന് പിന്നോട്ട് നോക്കും, നമ്മുടെ ജീവിതത്തിന്റെ പേജുകളൊന്ന് പിന്നോട്ടേക്ക് മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല അനുഗ്രഹങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ബോധവടല്ല, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിശാച് നമ്മളെ മറപ്പിച്ചു കളഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അത്തരം അനുഗ്രഹങ്ങൾ, വളരെ ഉന്നതമായ നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? നമ്മൾ ചെയ്തു വെച്ച ചില പ്രവർത്തനങ്ങളാണ്. നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാതിരുന്നതാണ്, അള്ളാഹുവിന് നന്ദി ചെയ്യാതിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാരണം പറയുന്നത് അനുഗ്രഹങ്ങൾക്ക് ശുക്ർ പറഞ്ഞിട്ടുണ്ടാവുകയില്ല എന്നതാണ്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നത് ഷർറിന്റെയും ഖൈറിന്റെയും കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും, ഒരു ഷർറ് സംഭവിക്കുമ്പോൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ഈ ഷർറിന്റെ ജീവിതത്തിൽ ഉണ്ടായി, എന്തായിരിക്കും കാരണം? ഞാൻ ഇന്നലെയോ അതിന്റെ മുന്നേ ഉള്ള ദിവസങ്ങളിലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ഖൈർ ജീവിതത്തിൽ പെട്ടെന്ന് നമുക്ക് ലഭിച്ചു, എന്തായിരിക്കും ഇതിന്റെ കാരണം? എന്തായിരിക്കും ഇത് അള്ളാഹു എനിക്ക് നൽകിയതിലുള്ള കാരണമായി വന്നു ഭവിച്ചത് എന്തായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കണമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ചരിത്രത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ ചരിത്രങ്ങളും നമ്മൾ പഠിക്കണം. ആ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ചില ചരിത്രങ്ങൾ അള്ളാഹു ചില സമൂഹത്തെ നശിപ്പിക്കുന്നു, ചില സമൂഹത്തെ വിജയിപ്പിക്കുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നാണ്. ഖൈറിന്റെയും ഷർറിന്റെയും കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുക ഖുർആൻ തദബ്ബുർ ചെയ്യലാണ്, ഖുർആനെ കുറിച്ച് ആലോചിക്കലാണ്. ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഖുർആനിന്റെ അർത്ഥതലങ്ങളിലൂടെ, ആശയതലങ്ങളിലൂടെ, തഫ്സീറുകളിലൂടെ പോവുക, അതിനെക്കുറിച്ച് ആലോചിക്കുക. നമ്മുടെ മനസ്സിന് വല്ലാത്ത സമാധാനം ഉണ്ടാകും. പല ആൾക്കാരും വേവലാതി പറയാറുണ്ട്, സമയത്തിന് ബറക്കത്തില്ല, സമയം പെട്ടെന്ന് പോവുകയാണ്, ഒന്നും ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര തിരക്കാണ്, ദീനീപരമായ ഒരു വിഷയത്തിലും ഇടപെടാൻ പറ്റുന്നില്ല, എല്ലാ നിലക്കും തിരക്കിൽ ഏർപ്പെട്ടു പോവുകയാണ്, തിരക്കിലായി പോവുകയാണ്, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ എത്ര കണ്ട് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് എന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. സുബഹി നിസ്കാരം കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്ന ഒഴിവ് സമയം, നമുക്ക് ലഭിക്കുന്ന ആ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഖുർആന് വേണ്ടി നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ഖുർആനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും, വിചാരിക്കാത്ത രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളത് പരിശോധിച്ച് നോക്ക്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ജീവിതത്തിൽ ഒരാഴ്ച എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായ സമയം തിരഞ്ഞെടുത്ത് ഖുർആന് വേണ്ടി മാത്രം, ആ സമയം മറ്റൊന്നിനും വേണ്ടി ചെലവഴിക്കാതെ ഖുർആനിൽ ഇരുന്ന്, ഖുർആനിൽ ചടഞ്ഞിരുന്ന് ഓരോ അർത്ഥങ്ങളും ആയത്തുകളും കൃത്യമായി മനസ്സിലാക്കി, അതിന്റെ ഓരോ ലഫ്ള് ബൈ ലഫ്ള്, ഓരോ വാക്കുകളും കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ ആത്മാർത്ഥമായി പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നോക്ക്. ഭയങ്കരമായ മാറ്റം ഉണ്ടാകും, അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. അത് ഖുർആൻ കൊണ്ടേ നമുക്ക് ലഭിക്കുള്ളൂ എന്നാണ്. അതല്ലാതെ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു ചെറിയ റീൽസുകളിലൂടെ ഒന്നും
നമുക്ക് ഖുർആനിൽ നിന്ന് ലഭിക്കുന്ന എഫക്റ്റ് ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഫഇന്നഹു കഫീറുൻ ബിദാലിക അലാ അക്മലിൽ വുജൂഹ്. ഖുർആനിൽ അത് ഏറ്റവും നല്ല രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. വഫീഹി അസ്ബാബു ശർരി വൽ ഖൈർ. ഷർറിന്റെയും ഖൈറിന്റെയും എല്ലാ കാരണങ്ങളും അതിലുണ്ട്. ജമീഅൻ മുഫസ്സലതൻ മുബയ്യന. വ്യക്തമായ നിലക്ക്, വിശദമായ നിലക്ക്. സുമ്മ സുന്ന. പിന്നെ മുറുകെ പിടിക്കേണ്ടത് റസൂലിന്റെ സുന്നത്താണ്. ഫഇന്നഹാ ശഖീഖത്തുൽ ഖുർആൻ. അത് ഖുർആനിനോടൊപ്പം തന്നെ ഉള്ളതാണ്. വഹിയൽ വഹ്യു സാനി. രണ്ടാമത്തെ വഹിയാണത്. വമൻ സറഫ ഇലൈഹിമാ ഇനായതഹു. അവന്റെ ശ്രദ്ധ അവൻ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഇക്തഫാ ബിഹിമാ അൻ ഗൈരിഹിമാ. അത് അവന് മദീന. മറ്റുള്ളതിലേക്കൊന്നും അവൻ പോകേണ്ടതില്ല. വഹുമാ യുരിയാനിക്കൽ ഖൈറ വശർറ വഅസ്ബാബഹുമാ. ഷർറും ഖൈറും മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഏതിലൂടെ മനസ്സിലാക്കണം? ഖുർആനിലൂടെ മനസ്സിലാക്കണം, തിരുസുന്നത്തിലൂടെ മനസ്സിലാക്കണം. അത് രണ്ടും അവന് മതിയായതാണ്. ഹത്താ കഅന്നക തുആഇനു ദാലിക ഇയാനൻ. അവന്റെ കണ്ണുകൊണ്ട് അവന് കാണാൻ പറ്റുന്ന, അവന്റെ കണ്ണുകൊണ്ട് അവന് കാണാൻ പറ്റും. ചില ആളുകൾ, ചില തിന്മയിൽ അകപ്പെട്ടു പോയ ആളുകൾ അവർ പറയുന്നുണ്ട്, അവർക്ക് എന്നറിയാം ഇത് തിന്മയാണ്, ഇതിലകപ്പെട്ടത് കൊണ്ടാണ് ജീവിതം ഇങ്ങനെയായത് എന്ന അനുഭവം പറയുന്ന എത്ര ആളുകളുണ്ട്. ലഹരിയിൽ അടിമപ്പെട്ട ആളുകൾ, അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. എന്നിട്ട് അവർ തന്നെ എന്ത് ചെയ്യും? അനുഭവം പറയും, ഈ ലഹരി മൂലമാണ് ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായത്, എനിക്ക് ഇന്ന ഖൈറാത്തുകൾ നഷ്ടപ്പെട്ടത്, എന്റെ ജീവിതത്തിൽ ഇന്ന ഷർറുകൾ ഉണ്ടായത് ഒക്കെ അവര് അനുഭവിച്ചറിയുന്നതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ ചില തിന്മകളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടുപ്പിക്കരുത്, നമ്മൾ മാറും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ തിന്മകളിൽ ഉണ്ടാകുന്ന ഒരുപാട് കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ലഭിച്ചു കഴിഞ്ഞാൽ ആ പാഠം നമ്മൾ ഉൾക്കൊള്ളുക. അതല്ലാതെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ഒരു പാഠമാകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ഏത് പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളിലൂടെ മറ്റൊരാൾ കടന്നുപോയി നമ്മൾ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഒരാൾക്കൊരു അനുഭവം ഉണ്ടായി, അദ്ദേഹം അതിൽ പെട്ടുപോയി, അദ്ദേഹം അതിനെക്കുറിച്ച് നമ്മെ ബോധവൽക്കരിച്ചു, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. നമ്മൾ ഉൾക്കൊള്ളുക, നമ്മൾ പൂർണ്ണമായ നിലക്ക് ഉൾക്കൊള്ളുക. അത് ഖുർആനോടും സുന്നത്തിനോടും യോജിക്കുന്ന നിലക്കാണെങ്കിൽ. അതല്ലാതെ നമ്മളത് ഉൾക്കൊള്ളാതെ അദ്ദേഹം ചെയ്തതുപോലെ ചെയ്ത് നമ്മളും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സന്ദർഭം ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും അവൻ പ്രാധാന്യം നൽകി അത് നിരന്തരം പാരായണം ചെയ്യുക, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് ഖുർആനു വേണ്ടി സമയം ചെലവഴിക്കുന്ന ആളുകൾ? അതായത് പല ക്ലാസ്സുകളും നമ്മൾ കേൾക്കുന്നുണ്ടാകും, പല കിതാബിന്റെ ദർസുകൾ കേൾക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതിൽ തന്നെ പങ്കെടുത്ത ആളുകളുണ്ട്, അല്ലാത്ത ദർസുകളുടെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. ഇതൊന്നും നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതല്ല, ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഖുർആനിനു വേണ്ടി സമയം ചെലവഴിച്ച എത്ര ആളുകളുണ്ട്? ഖുർആൻ പഠിക്കുക, ഖുർആന്റെ ആശയങ്ങളിലൂടെ പോവുക, എത്ര ആളുകളുണ്ട്? എത്ര സൂറത്തുകൾ നമുക്ക് കാണാതറിയാം, എത്ര സൂറത്തുകളുടെ ആശയങ്ങൾ നമുക്കറിയാം. ഏതെങ്കിലും ഒരു സൂറത്തിനെ കുറിച്ച് ആരെങ്കിലും നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സൂറത്തിന്റെ വിഷയങ്ങൾ എന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആ സൂറത്തിൽ ഇന്ന കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് എന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതായത് മുസ്ലിം ഉമ്മത്തിന്റെ ദുസ്തൂർ എന്ന് പറയുന്ന, മുസ്ലിം ഉമ്മത്തിന്റെ ഭരണഘടന എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. നമുക്ക് പാരായണത്തിന്റെ വിഷയത്തിൽ അറിവില്ല, നമുക്കതിന്റെ ആശയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അറിവില്ല. പോട്ടെ, അത് ജീവിതത്തിൽ പ്രാവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് പ്രയത്നങ്ങളും അറിവുകളും ഇല്ല എങ്കിലോ ഉമ്മത്ത് നശിച്ചു പോകും, നമ്മൾ നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും. ഒന്നാമത്തത് ഖുർആനാണ്. നമ്മുടെ ഷെൽഫുകളിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാകണം, വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളും ഉണ്ടാകണം, നിർബന്ധമായി ഉണ്ടാകണം. രണ്ടാമത്തത് സുന്നത്തുകളാണ്, ഹദീസുകളാണ്. ഇമാം ബുഖാരിന്റെ സ്വഹീഹ് നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. നിർബന്ധമായും ഉണ്ടാകേണ്ട ഗ്രന്ഥങ്ങളാണ്. അത് നമ്മൾ ഇടക്കിടക്ക് വായിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമാണ്. അതിന് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് തരാൻ പറ്റുന്ന സന്തോഷവും ആഹ്ലാദവും മറ്റൊന്നിനും നമുക്ക് നൽകാൻ പറ്റൂല. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി ആ ഖുർആനെയും ഹദീസിനെയും സമീപിച്ചാൽ നമുക്കതിന്റെ എഫക്ട് ജീവിതത്തിൽ കാണാൻ സാധിക്കും എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. വബഅദ ദാലിക, അതിനുശേഷം ഖുർആനും സുന്നത്തും, ഇത് രണ്ടിലുമാണ് എല്ലാ ഖൈറുകളും പ്രതിപാദിച്ചിട്ടുള്ളത്, അതിന്റെ കാരണങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. എല്ലാ ഷർറുകളും ആ ഷർറിന്റെ കാരണവും പ്രതിപാദിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമാണ് എന്ന് പറഞ്ഞു. എന്നിട്ടോ ഇദാ തഅമ്മൽത അഖ്ബാറൽ ഉമമി വഅയ്യാമ അല്ലാഹി ഫീ അഹ്ലി ത്വാഅതിഹി വഅഹ്ലി മഅസിയതിഹി ത്വാബക ദാലിക മാ അലിംതഹു മിനൽ ഖുർആനി വസ്സുന്നഹ്. നീ കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലെ സംഭവങ്ങളെല്ലാം ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ എന്താണോ പറഞ്ഞത് അത് ആ സമൂഹത്തിൽ സംഭവിച്ചതായി നിനക്ക് കാണാൻ പറ്റും. അള്ളാഹിനെ അനുസരിച്ച ആളുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകൾ, ഈ രണ്ടു കൂട്ടർക്കും എന്താണ് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്.
കഴിഞ്ഞുപോയ സമൂഹത്തെക്കുറിച്ച് അവരുടെ ചരിത്രം വായിക്കുമ്പോഴും ഖുർആനിൽ എന്താണോ പ്രതിപാദിച്ചത് അത് തന്നെയാണ് അവരുടെ വിഷയത്തിലും നടന്നതായി നമുക്ക് കാണാൻ പറ്റുക. മായദുല്ലുക അലാ അന്നൽ ഖുർആന ഹഖ്ഖുൻ, അതെന്താ എനിക്ക് മനസ്സിലാക്കി തരുന്നത് ഖുർആനാണ് സത്യം. വഅന്ന റസൂല ഹഖ്ഖുൻ, റസൂലാണ് സത്യം. വഅന്ന അല്ലാഹ യുൻജിസു വഅദഹു ലാ മഹാല, അല്ലാഹു അവന്റെ വാഗ്ദാനം അത് പുലർത്തുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഫത്താരീഖു തഫ്സീലുൻ ലിജുസ്ഇയാതി മാ അറഫന അല്ലാഹു വറസൂലുഹു ബിഹി മിനൽ അസ്ബാബിൽ കുല്ലിയ ലിൽ ഖൈരി വശ്ശർ. അപ്പൊ താരീഖ് എന്ന് പറഞ്ഞാൽ, ചരിത്രം എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന നന്മകൾ, നമ്മൾ ജീവിതത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞ നന്മകൾ, ആ നന്മകൾ ചെയ്താൽ എന്തൊക്കെ ഉണ്ടാകും, നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഷെറുകൾ, ആ ഷെറ് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകും എന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് വ്യക്തമാക്കി തന്നു. ആ വ്യക്തമാക്കി തന്നതിന്റെ നേർചിത്രമാണ് അത്താരീഖ് എന്ന് പറയുന്നത്, ചരിത്ര സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സആദത്ത് ഉണ്ടാകണോ, സൗഭാഗ്യം ഉണ്ടാകണോ, വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കണം, തിരുസുന്നത്തും നമ്മൾ മുറുകെ പിടിക്കണം. ഇത് രണ്ടും അസ്ലാണ്, ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ അസ്ലാണ്. പഴച്ചുപോയ ബിദഈ കക്ഷികളെ എല്ലാം പരിശോധിച്ചു നോക്കൂ. ഏത് ബിദഅത്തിന്റെ കക്ഷികളായാലും അവർക്ക് ഖുർആനിന്റെ വിഷയത്തിൽ തഖ്സീർ ഉണ്ടാകും, അതല്ലെങ്കിൽ ഹദീസിന്റെ വിഷയത്തിൽ തഖ്സീർ ഉണ്ടാകും. ആധുനിക സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പഴച്ച കക്ഷികൾ രൂപപ്പെടുമ്പോൾ നമുക്ക് അവരിൽ കാണാൻ പറ്റുന്നത് സുന്നത്തിനോടുള്ള അവഗണനയാണ്, ഹദീസുകളോടുള്ള അവഗണനയും ഹദീസിനെ ചെറുതാക്കി കാണലും വളരെ പ്രകടമായി കാണുന്നുണ്ട് ബിദ്അത്തിന്റെ കക്ഷികളെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഖുർആനും സുന്നത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അദ്ദു അലൈഹാ ബിന്നവാജിസ്, അതിനെ അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കണം. അത് നമ്മുടെ അഖീദയാണ്, അതോടൊപ്പം അത് നമ്മുടെ അഖ്ലാഖാണ്, അത് നമ്മുടെ എല്ലാം ആയിരിക്കണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. അതുകൊണ്ട് ബിദ്അത്തുകളെ എതിർക്കാൻ വേണ്ടി മാത്രമല്ല ഖുർആനും ഹദീസും നമ്മൾ ഉപയോഗിക്കേണ്ടത്, മറിച്ച് അത് നമ്മുടെ എല്ലാമായി മാറുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം. ഖുർആൻ പഠിക്കുന്ന ആളുകളിൽ പോലും നമ്മൾ കണ്ടുവരുന്ന ഒരു അവഗണനയാണ് ഹദീസുകളോടുള്ള അവഗണന. ഹദീസുകൾ വായിക്കുന്നില്ല, ഹദീസുകൾ പഠിക്കുന്നില്ല, ഹദീസുകൾ മനഃപ്പാടമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ എത്ര ഹദീസുകളുണ്ട്, സ്വഹീഹുൽ ബുഖാരിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അറിയാം, അതിലെ ഏതെങ്കിലും ഒരു അധ്യായം വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാലോ അതൊക്കെ ഒരു മതവിദ്യാർത്ഥിക്ക് മാത്രമുള്ളതാണ് എന്ന നിലക്കാണ് സാധാരണക്കാർ കാണുന്നത്. ഒരിക്കലുമല്ല. ഖുർആന് കഴിഞ്ഞാൽ ഏറ്റവും സ്വഹീഹായ കിതാബ് എന്ന് പറയുന്ന സ്വഹീഹുൽ ബുഖാരി, അത് നമ്മൾ വായിച്ചിരിക്കണം. ചില പണ്ഡിതന്മാർ പറയുന്നത് സ്വഹീഹുൽ ബുഖാരി വായിക്കാത്ത വ്യക്തിക്ക് ദീനിന്റെ ലദ്ദത്ത് മനസ്സിലാക്കാൻ പറ്റൂല, ദീനിന്റെ ആസ്വാദനം നുകരാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് ഒന്നാമത്തെ വിഷയം, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക. ഖുർആനും സുന്നത്തും പ്രതിപാദിച്ച കാര്യങ്ങളാണ് ചരിത്രത്തിൽ നടന്നിട്ടുണ്ടാവുക, ആ ചരിത്രത്തിൽ നടന്ന പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ സഅദത്ത് ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ വിഷയം അൻ യഹ്ദറ മുഗാലതത നഫ്സിഹി ലഹു അലാ ഹാദിൽ അസ്ബാബ് വഹാദാ മിൻ അഹമ്മിൽ ഉമൂർ. അവന്റെ നഫ്സ് അവനെ വഞ്ചിക്കാതിരിക്കുക എന്നതാണ്. അവന്റെ നഫ്സ് എന്ത് ചെയ്യരുത്, അവനെ വഞ്ചിക്കരുത് എന്നാണ് പറയുന്നത്. എന്താണ് നഫ്സ് വഞ്ചിക്കരുത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില ഉദാഹരണങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇങ്ങനെ എടുത്തു കൊടുക്കുക. അതിലൊന്നാണ് ഫഇന്നൽ അബ്ദ യഅരിഫു അന്നൽ മഅസിയ വൽ ഗഫ്ല മിനൽ അസ്ബാബിൽ മുദിറ ലഹു ഫി ദുനിയാഹി വആഖിറതിഹി വലാ ബുദ്. ഒരാൾക്കറിയാം തിന്മ, അശ്രദ്ധ, ഇതെല്ലാം അവന്റെ ദുനിയാവിലും ആഖിറത്തിലും അവന് വലിയ സാരമായ പരിക്കുകൾ ഉണ്ടാക്കുമെന്ന് അവനറിയാം. വലാകിൻ തുഗാലിതുഹു നഫ്സുഹു ബിൽ ഇത്തികാലി അലാ അഫ്വില്ലാഹി വമഗ്ഫിറതിഹി താറതൻ. പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില മനുഷ്യന്മാർ അള്ളാഹുവിന്റെ അഫുവിൽ അവർ അവലംബിക്കും. അള്ളാഹു പുറത്തു തരുന്നതാണ്, അള്ളാഹു അങ്ങേയറ്റത്തെ മഗ്ഫിറത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് കുറച്ചു കഴിഞ്ഞ് തൗബ ചെയ്യാം, കുറച്ചു കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ പറയാം. ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്ന ആളാണ്, തിന്മ എത്ര വേണം ചെയ്താലും അള്ളാഹുന്റെ പുറത്തു തരും. അതുകൊണ്ട് ഇപ്പൊ തിന്മ ചെയ്തിട്ട് പിന്നെ ഇസ്തിഗ്ഫാർ തേടിയാൽ മതി. എന്തെങ്കിലും തിന്മ സംഭവിച്ചാലോ നമുക്ക് ഒരു 100 അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ട് ആ തിന്മ ഇല്ലാതാക്കാം. അതല്ലെങ്കിൽ ഒരു സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാം, ആ തിന്മ ഇല്ലാതാക്കിയിട്ട് നമുക്ക് വേറൊരു തിന്മ ചെയ്യാം. ചില ആളുകൾ ഇൽമ കൊണ്ട് ചില ആളുകൾക്ക് ഇൽമുണ്ടാവും, ആ ഇൽമ അവനെ വഞ്ചിക്കും, ആ ഇൽമ അവനെ വഞ്ചിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ചില ആളുകൾ ഖദർ കൊണ്ട് അവലംബിക്കും, ഖദർ കൊണ്ട് കളിക്കും. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ സംഭവങ്ങൾ, ഖദറിനെ നേരിടും, ഖദർ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകും. ചിലപ്പോൾ
നമ്മള് വലിയ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്കും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഓരോ വിഭാഗത്തെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. നമ്മുടെ നഫ്സ് നമ്മെ വഞ്ചിക്കരുത് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തേതാണ് ചില ആളുകൾ തിന്മയിൽ ഏർപ്പെടും. മനസ്സിൽ എന്തായിരിക്കും ഉദ്ദേശം? അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവൻ, ഈ തിന്മ ഇപ്പൊ ചെയ്താലും അള്ളാഹു പിന്നീട് പുറത്തു തരും എന്ന് വിചാരിച്ച് തിന്മ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സആദത്താണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്, നിങ്ങളുടെ സൗഭാഗ്യമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അങ്ങനെ ഒരു അവലംബം ഉണ്ടാകരുത് എന്നാണ്. വകസീറുൻ മിനൻ നാസ്, ഒരുപാട് ആളുകൾ യദുന്നു അന്നഹു ലൗ ഫഅല മാ ഫഅല, അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും തിന്മ ചെയ്താൽ ثم قال استغفر الله, പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാലോ زال اثر الذنب وراح هذا بهذا, അവൻ വിചാരിക്കുന്നത് കഴിഞ്ഞു എന്നാണ്, ആ തിന്മ പൊറുക്കപ്പെട്ടു, ഇനി ആ തിന്മയുമായി ബന്ധപ്പെട്ട് എന്റെ അക്കൗണ്ടിൽ ഒന്നും ബാക്കിയായിട്ടില്ല, ഇനി അടുത്തത് ചെയ്യാം എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ആളുകൾ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം, وقال لرجل من المنتسبين الى الفقه, ഫിഖ്ഹിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ഫഖീഹാണ്, ഇൽമുള്ള ആളാണ്. അദ്ദേഹം പറയാണ് അനാ അഫ്അലു മാ അഫ്അൽ, ഞാൻ ഇങ്ങനെ ഓരോന്നും ചില തിന്മകളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും. ثم قال, എന്നിട്ട് അദ്ദേഹം പറയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ, അത് ഞാൻ പറയും. അപ്പൊ എന്ത് ചെയ്യും, എല്ലാം പുറത്തു കിട്ടുന്ന അവസ്ഥ ഉണ്ടാവും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിന്റെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും ശരി എല്ലാം പുറത്തു കിട്ടുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തിന്മൊക്കെ ചെയ്യും, എന്നിട്ട് ഒരു 100 സുബ്ഹാനല്ലാഹ് പറയും, അല്ലെങ്കിൽ 100 ഇസ്തിഗ്ഫാർ പറയും, എന്നിട്ട് എന്ത് ചെയ്യും, ഉടനെ തന്നെ ആ തിന്മകൾ മായ്ക്കപ്പെടും എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, മക്കയിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു എന്നാണ്, അദ്ദേഹം ചില തിന്മകൾ ചെയ്യും, എന്നിട്ട് കുളിക്കും, എന്നിട്ട് തവാഫ് ചെയ്യും, അതോടുകൂടി എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ആ തിന്മ മായ്ക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. എന്നിട്ട് മറ്റൊരു വ്യക്തി പറഞ്ഞു, ഒരു ഹദീസ് അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ, ഒരു വ്യക്തി ഒരു തിന്മ ചെയ്തു, തിന്മ ചെയ്തിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി ഞാൻ തിന്മ ചെയ്തല്ലോ, പക്ഷെ എനിക്ക് എന്റെ തിന്മ പുറത്തു തരുന്ന റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കി തൗബ ചെയ്തു, അള്ളാഹു പുറത്തു കൊടുത്തു. ഹദീസാണ്, സ്ഥിരപ്പെട്ട ഹദീസാണ്. അങ്ങനെ അദ്ദേഹം തിന്മ ചെയ്യുന്നു, വീണ്ടും തൗബ ചെയ്യുന്നു, തിന്മ ചെയ്യുന്നു, അള്ളാഹു എന്ന ഗഫൂറായ റബ്ബ് തനിക്കുണ്ട് എന്ന് മനസ്സിലാക്കി പാപമോചനം തേടുന്നു, അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എന്നാണ് ആ ഹദീസ് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, എന്റെ അടിമ മനസ്സിലാക്കിയിട്ടുണ്ട് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന റബ്ബ് അവനുണ്ട്, അതോടൊപ്പം തന്നെ പാപങ്ങൾക്ക് ശിക്ഷ നൽകുന്ന റബ്ബുണ്ട് എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഗഫർതു ലിഅബ്ദി ഫലിയസ്ന മാ ശാഅ, അവൻ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എന്നാണ്. ഈ ഹദീസ് വെച്ചിട്ട് പറയാൻ ഞാൻ എന്താണ്, ഞാൻ തിന്മ ചെയ്യാണ് എന്ന് എന്ത് ചെയ്യണം ഒരാൾ പറയാണ്. കാരണം അള്ളാഹു പുറത്തിരുന്നുണ്ട്, അള്ളാഹു പൊറുക്കുന്നവരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അങ്ങനെയുള്ള റബ്ബുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, തിന്മ ചെയ്യാനെന്നാണ്. ഹദീസിൽ പ്രതിപാദിക്കുന്നത് എന്താ, ഒരു മനുഷ്യൻ തിന്മയിൽ അകപ്പെട്ടു, കഠിനമായി പരിശ്രമിക്കാൻ ആ തിന്മയിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണേ എന്ന്, പക്ഷെ വീണ്ടും ആവർത്തിക്കപ്പെടാൻ, വീണ്ടും തൗബ ചെയ്യുന്നു, വീണ്ടും ആവർത്തിക്കപ്പെടുന്നു, വീണ്ടും തൗബ ചെയ്യുന്നു. ഇങ്ങനൊരു അവസ്ഥ ഒരു അടിമക്കുണ്ട്, പരമാവധി പരിശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും തിന്മയിൽ അകപ്പെട്ടു പോകാൻ. അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ളതാണ്. അതല്ലാതെ മനഃപൂർവ്വം തിന്മ ചെയ്ത് ഇങ്ങനെയുള്ള ന്യായങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പുറത്തു കിട്ടുക? ഇതാണ് ഒരു വിഭാഗം ആളുകൾ, ഇതാണ് ഒരു വിഭാഗം ആളുകൾ. ഇവർക്ക് സംഭവിച്ച പ്രശ്നം എന്താണ്? പ്രതീക്ഷയുടെ ചില ആയത്തുകളുണ്ട്, അതിൽ അവർ വഞ്ചിതരായി. പ്രതീക്ഷയുടെ ആയത്തുകളുടെ വിഷയത്തിൽ അവർ വഞ്ചിതരായി, അതിൽ തഅല്ലുക്കായി. അവരോട് തിന്മ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു പറയാ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് വാസിയാണ്, അള്ളാഹു അങ്ങേയറ്റം പുറത്തു തരുന്നവൻ, അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വലിയ വിഷയാക്കേണ്ടതില്ല എന്ന് പറയും. ചില ജാഹിലീങ്ങളായ ആളുകൾക്ക് ഈ വിഷയത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന ഉദാഹരണങ്ങൾ, അജായിബുകൾ. നമ്മൾ നെട്ടിപ്പോകും, ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന ഒരു കവിതയിൽ പാടാണ്, ഒരു കവി പാടാണ്, വകസ്സിർ മസ്തതഅത മിനൽ ഖതായ, നീ കഴിയുന്നത്ര തിന്മകൾ ചെയ്യാം. ഇദാ കാനൽ ഖുദൂമു അലാ കരീമി, നീ പോകാനുള്ളത് മാന്യനായ റബ്ബിന്റെ അടുക്കിലേക്കാണ്, അപ്പൊ അതുകൊണ്ട് നിന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തുതരും, അതുകൊണ്ട് നീ തിന്മകൾ കഴിയുന്നത്ര ചെയ്തോ എന്ന് ജാഹിലായ വ്യക്തി പറഞ്ഞു. വഖൗലുൽ ആഖർ, എന്ന മറ്റൊരുത്തൻ പറയുന്നതോ അത്തനസ്സുഹു മിനൽ ദുനൂബി ജഹ്ലുൻ ബിസിഅതി അഫ്വില്ലാഹ്, ഒരാൾ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നു എന്നതിന്റെ വിശാലതയെ കുറിച്ചുള്ള അറിവില്ലാത്തൊരുത്തനാണ്. അവൻ തിന്മ ചെയ്യട്ടെ എന്നാണ്. മറ്റൊരാൾ പറയുന്നതോ തർക്കുദ്ദുനൂബി ജറാഅത്തുൻ അലാ മഗ്ഫിറത്തില്ലാഹ്, അള്ളാഹു പാപമോചനം തരാം എന്ന് പറയുമ്പോൾ തെറ്റുകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാലോ അത് ശരിയല്ല എന്നാണ്. വസ്തിസ്ഗാറുൻ ലഹാ, അത് അള്ളാഹു പുറത്തു തരും എന്ന് പറയുന്നത് ചെറുതാക്കലാണ്, പാപങ്ങൾ ചെയ്യാതിരിക്കുന്നത്.
وقال أبو محمد بن حزم رأيت بعض هؤلاء يقول في دعائه അതേപോലെയാണ് ചില ആളുകളെ ഞാൻ പരിചയപ്പെട്ടു ഇങ്ങനെയുള്ള ജുഹാലുകൾ റജാഇന്റെ ആയത്തുകളിലും ഹദീസുകളിലും അവർ അവലംബിച്ചു. അവരുടെ പ്രതീക്ഷകൾ ആ ആയത്തുകളിലും ഹദീസുകളിലുമാണ്. എന്നിട്ടോ അവർ പ്രാർത്ഥിക്കുന്നതായി ഞാൻ കേട്ടു എന്ന് അബൂ മുഹമ്മദ് ബിൻ ഹസം പറയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഇസ്മ, റബ്ബേ പാപമോചനം, അതായത് റബ്ബേ പാപത്തിൽ നിന്ന് മുക്തമാവുക എന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്ന, എന്റെ ജീവിതത്തിൽ പാപം ഉണ്ടാകണം എന്നാണ് അവരെന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത് എന്ന്. അപ്പൊ ഇതാണ് ഒരു വിഭാഗം ആളുകൾ. അതുകൊണ്ട് നഫ്സ് നമ്മളെ വഞ്ചിക്കരുത്. തിന്മ ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ നഫ്സ് നമ്മോട് പറയരുത് ഇത് ചെയ്തു കഴിഞ്ഞാൽ പോലും അള്ളാഹു എനിക്ക് പുറത്തു തരും, അതുകൊണ്ട് നീ ചെയ്തോ എന്ന് നമ്മുടെ നഫ്സ് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ നഫ്സ് നമ്മെ വഞ്ചിക്കുന്നതാണ് എന്ന്. ചില ആളുകൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പെടുന്നുണ്ട്, പെട്ടിട്ടുമുണ്ട്. അതാണ് ഒന്നാമത്തെ ജുഹാലുകളായ അറിവില്ലാത്ത ആളുകൾ എന്നുള്ളത്. രണ്ടാമത്തേതോ ജബരിയത്തിന്റെ വാദം ഉൾക്കൊണ്ട ആളുകളാണ്. ജബരിയത്തിന്റെ വാദം എന്ന് പറയുമ്പോൾ എല്ലാം അള്ളാഹുവാണ്, അടിമക്ക് യാതൊരു റോളുമില്ല. ഒരു മരുഭൂമിയിലുള്ള ഒരു തൂവൽ, ആ തൂവൽ കാറ്റിനനുസൃതമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന്. അള്ളാഹു ദൈവം ഫുൾ അള്ളാഹുവാണ്. അവൻ തിന്മ ചെയ്താലും അള്ളാഹുവാണ്, നന്മ ചെയ്താലും അള്ളാഹുവാണ്. അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മ ഉണ്ടായാലും അവൻ പറയും ഞാൻ ചെയ്തതല്ല, അള്ളാഹു വിധിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് എന്നിങ്ങനെ എന്ത് ചെയ്യും? ജബരിയത്തിന്റെ വാദം പറയും എന്ന്. അങ്ങനെയും പറയുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന്. അങ്ങനെ നിങ്ങളുടെ നഫ്സ് നിങ്ങളെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ തിന്മ ചെയ്തിട്ട് അത് അള്ളാഹുലേക്ക് ചേർക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. നമുക്ക് ഫ്രീ വിൽ ഉണ്ട്, പക്ഷെ പൂർണ്ണമായ ഫ്രീ വിൽ നമുക്കുണ്ടോ? ഇല്ല. പൂർണ്ണമായ ഫ്രീ വിൽ. അഹ്ലുസുന്ന എപ്പോഴും മധ്യമമായ നിലപാട്. അഹ്ലുസുന്ന എപ്പോഴും മധ്യമമായ നിലപാടാണ് ഏത് മസ്അലകളിലും സ്വീകരിക്കുക. പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഇല്ല, ഒരിക്കലും ഇല്ല. അള്ളാഹുവിന്റെ ഖദർ അവിടെ ഉണ്ട്. അതേ സമയത്ത് എല്ലാം അള്ളാഹു ആണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നമുക്കൊരു റോളും ഇല്ല, എല്ലാം അള്ളാഹുവാണ്. നമ്മളൊരു മെഷീന് പോലെയാണ്, നമ്മളൊരു റോബോട്ട് പോലെയാണ് എന്ന് പറഞ്ഞാലോ അതും ശരിയല്ല. മനുഷ്യന് ഫ്രീ വിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവും നമ്മുടെ ഖദറിന്റെ വിഷയത്തിൽ, നമ്മുടെ പ്രവർത്തനത്തിന്റെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാലാണ് യഥാർത്ഥ ട്രാക്കിലൂടെ നമുക്ക് പോവാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വിഷയത്തിലും അകപ്പെട്ടു പോയി വഞ്ചിതരായ ആളുകളുണ്ട്. പിന്നെയോ ചില ആളുകൾ മുർജിയാക്കളാണ്. എന്താണ്? മുർജിയാക്കളുടെ വിശ്വാസം ഈമാൻ എന്ന് പറഞ്ഞാൽ അത് സത്യപ്പെടുത്തൽ മാത്രമാണെന്ന്. അമലുകൾ ഈമാനിന്റെ ഭാഗമല്ല. ഒരു തെമ്മാടിയായ മനുഷ്യന്റെ ഈമാൻ എന്ന് പറയുന്നത് ജിബ്രീലിന്റെയും മീകാഈലിന്റെയും അലൈഹിമസ്സലാം ഇവരുടെ ഈമാനിന് തുല്യാണെന്ന്. അത് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഈമാനെ അത് ബാധിക്കൂല. ഈമാനെ ബാധിക്കണമെങ്കിൽ നമ്മുടെ സത്യപ്പെടുത്തൽ അതുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ ഈമാനിന് ബന്ധമുള്ളൂ. ഈമാൻ എന്ന് പറഞ്ഞാല് നമ്മൾ സത്യപ്പെടുത്തിയാൽ മതി, മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അമാലുകൾക്ക് അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയതൊക്കെ ചെയ്യുന്ന മുർജിയാക്കളായ ആളുകൾ. അങ്ങനത്തെ അവസ്ഥയിലും നിങ്ങൾ പോയി അകപ്പെടരുത് എന്നാണ്. എന്നാൽ ഇന്ന് ചില ആളുകൾ, ചില അറിവില്ലാത്ത, ദീന് പഠിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ മറ്റുള്ള ആളുകൾ മുർജിയാക്കളാണ്, ഇന്ന വ്യക്തി മുഅ്തസിലിയാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് ഇർജാഇന്റെ വാദമുണ്ട് എന്ന് തൗഹീദുള്ള അമലുകൾ ചെയ്യുന്ന, അമലുകൾ ഈമാനിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കെതിരെ അന്യായമായി കൊണ്ട് ഇത്തരം ഹുക്കുമുകൾ അർപ്പിക്കുന്ന ആളുകളുണ്ട്. അവർ അള്ളാഹുവിനെ പേടിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിനെ പേടിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും ഒരു അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു സലഫിയായ വ്യക്തി ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈമാനിന്റെ പരിധിയിൽ അഅമാലുകൾ വരുന്നില്ല എന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ ഒരു മസ്അലയുടെ പേരും പറഞ്ഞ് ആ മസ്അലയുടെ പരിണിത ഫലമായിട്ട് നിങ്ങൾ ഇർജാ വാദക്കാരാകും എന്നാണ് പറഞ്ഞു വരുന്നത്. എത്ര ഉലമാക്കളെയാണ് അങ്ങനെയെങ്കിൽ ഇവർ ഇർജാഇന്റെ വാദം കൊണ്ട് ഉന്നയിക്കപ്പെടേണ്ടി വരിക? മുർജിയാക്കളാണെന്ന് പറയേണ്ടി വരും. ഒരിക്കലും അങ്ങനെയല്ല സംഭവം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ഒരാളെ നോക്കിയിട്ട്, ഒരു സലഫിയായ നിസ്കരിക്കുന്ന അമലുകൾ കൃത്യമായി ചെയ്യുന്ന ഒരാളെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇർജാഇന്റെ വാദമുണ്ട്, കാരണം നിങ്ങൾ ഈ മസ്അലയിൽ ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ മുർജിയാണ്
എന്നെങ്ങനെയാണ് പറയാൻ സാധിക്കുക? അതുകൊണ്ട് അത്തരം ചാരൂന്നടിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ. അവർ ഇർജാഇന്റെ മസലയിൽ അകപ്പെട്ടു പോയ ആളുകളാണ്. അമലുകൾ ഈമാനിന്റെ ഭാഗമല്ല എന്ന് വിശ്വസിച്ചിട്ട് എന്തൊക്കെ പ്രവർത്തിക്കുന്ന, എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ. മറ്റൊരു വിഭാഗം ആളുകളോ അവരുടെ മശായിഖ്യങ്ങളുണ്ട്, ആ മശായിഖ്യങ്ങളിൽ അകപ്പെട്ടു. എന്റെ ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞത്, എന്റെ ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖബറിനെ ആരാധിച്ച പ്രശ്നമില്ല, അവിടെ പോയി സുജൂദ് ചെയ്ത പ്രശ്നമില്ല, അവരോട് പ്രാർത്ഥിച്ച പ്രശ്നമില്ല, അവരോട് ശഫാഅത്തിനെ തേടിയ പ്രശ്നമില്ല, തവസ്സുൽ ചെയ്യുക, അവരോട് തവസ്സുൽ ചെയ്യുക, അവരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് തേടുക, ഇതൊന്നും പ്രശ്നമില്ല എന്ന് അവരുടെ മശായിഖുകൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അത് സ്വീകരിക്കുന്നു. അപ്പൊ ഇതും നിന്റെ നഫ്സ് നിന്നെ വഞ്ചിക്കുന്നതാണ് എന്നാണ്. നമ്മൾ ഈ അടുത്തിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരാൾ പറയുന്നത്, അതായത് ഇന്ന ഉസ്താദ് പോകാത്ത സ്വർഗം എനിക്ക് പോകണ്ട, ഇന്ന ആള് ആ സ്വർഗത്ത് പോകുന്ന, ഇന്ന ആള് സ്വർഗത്ത് പോകുന്നില്ലെങ്കിൽ, ഇന്നയാൾ സ്വർഗത്ത് പോകുന്നില്ലെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ടാന്ന് അദ്ദേഹം പറയാണ്. അദ്ദേഹത്തിന്റെ നഫ്സ് അദ്ദേഹത്തിനെ വഞ്ചിച്ചതാണ്, അദ്ദേഹത്തിന്റെ നഫ്സ് അദ്ദേഹത്തിനെ വഞ്ചിച്ചതാണ് എന്നാണ്. വിശുദ്ധ ഖുർആൻ എത്ര എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ, ആ പിതാക്കന്മാർ വഞ്ചിതരായിട്ടുണ്ട് എങ്കിൽ അവർ വഞ്ചിതരായി എന്നതിന്റെ പേരിൽ അവരെ അവലംബിച്ചിട്ട് നിങ്ങളും വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത് എന്ന് ഒരുപാട് ആയത്തുകളിൽ പറയുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അടുത്ത വിഭാഗമായി പറയുന്നത് സ്വന്തം പിതാക്കന്മാരുടെ വിഷയത്തിൽ വഞ്ചിക്കപ്പെട്ടു പോയ ആളുകളാണ്. കഴിഞ്ഞുപോയ എത്ര ആളുകളുണ്ട്, ഓരൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്. നിങ്ങളിപ്പോ വന്ന് പുതിയ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുക, അതൊന്നും ശരിയാകൂല എന്ന് പറയുന്ന ആളുകൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ആര് എന്തു പറഞ്ഞാലും അത് തെളിവിനോട് യോജിക്കുന്നോ എടുക്കുക, അത് തെളിവിനോട് യോജിക്കുന്നില്ലേ നമ്മൾ നിരസിക്കും. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാട്. ഇനി കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ അത് പറഞ്ഞത് എത്ര വലിയ ഉന്നതനായ പണ്ഡിതനാണെങ്കിലും ശരി, അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ മനസ്സിലാക്കേണ്ടി വന്നതായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു വന്ന പിഴവായിരിക്കാം. അദ്ദേഹത്തിന് നമ്മൾ ഉദ്ർ നൽകുന്നു, അദ്ദേഹത്തിന് നമ്മൾ കാരണങ്ങൾ വെച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ആ സ്ഥാനം നമ്മൾ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. കാരണം നമുക്ക് ഹക്ക് ബോധ്യമായി, ആയത്തും ഹദീസും നമുക്ക് കിട്ടിയിട്ടുണ്ട്, വളരെ വ്യക്തമായി നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാം. പിന്നെ അത് ആര് അത് ചെയ്യുകയാണെങ്കിലും ശരി, നമ്മൾ അതിൽ പോയി പെടേണ്ടതില്ല എന്ന്. അതുകൊണ്ട് തന്നെ അമിതമായി നമ്മൾ ഒരു വ്യക്തിയെയും നമ്മൾ അവലംബിക്കേണ്ടതില്ല എന്ന്. അമിതമായുള്ള അവലംബം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ ഷെയ്ഖായ ഇബ്നു തൈമിയെ കുറിച്ച് പറയുന്നത് എന്താ? ഷെയ്ഖുൽ ഇസ്ലാം അഹബ്ബു ഇലൈന, ഷെയ്ഖുൽ ഇസ്ലാം നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഉസ്താദാണ്, ഭയങ്കര പ്രിയപ്പെട്ട ഷെയ്ഖാണ്. പക്ഷേ വലാകിന്നൽ ഹഖ് അഹഖു അൻ യുത്തബ, പക്ഷെ ഹക്കാണ് പിൻപറ്റപ്പെടാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് എന്ന്. അതായിരിക്കണം നമ്മുടെ മനസ്സിന്റെയും നമ്മുടെയും എപ്പോഴുമുള്ള നിലപാട്. ഹക്കാണ് പ്രധാനം, ഹക്കിനോടാണ് നമുക്ക് താല്പര്യം, വ്യക്തികളോട് നമുക്ക് താല്പര്യമില്ല. വ്യക്തി താല്പര്യമല്ല, മറിച്ച് ഹക്കിനോടുള്ള താല്പര്യമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകളുണ്ട് ഏതെങ്കിലും രൂപത്തിൽ ഒരു വ്യക്തിക്ക് തെറ്റുപറ്റിയ പിന്നെ ഉടനെ തന്നെ എന്ത് ചെയ്യുക, അവന് മറുപടി കൊടുത്തിട്ട് അവന്റെ സ്ഥാനം ഇടിക്കുക, പണ്ഡിതന്മാരെ ഇകഴ്ത്തുക, ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് അദബ് ഉണ്ടാകണം, മര്യാദ ഉണ്ടാകണം. ഒരു പണ്ഡിതനോട് എങ്ങനെ പെരുമാറണം, ഒരു പണ്ഡിതന്റെ തെറ്റ് എങ്ങനെ തിരുത്തണം എന്ന അദബ് നമുക്ക് ഉണ്ടാകണം. പലപ്പോഴും സംഭവിക്കാറുള്ളത്, നമ്മൾ ഹക്ക് സ്വീകരിക്കും, അതോടൊപ്പം തന്നെ അദബ് കൈയൊഴിയും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അദബും ഉണ്ടാകണം, അതോടൊപ്പം തന്നെ ആ തെറ്റ് അദ്ദേഹം ചെയ്തു എന്നതിന്റെ പേരിൽ നമ്മൾ ചെയ്യേണ്ടതില്ല. നമുക്ക് ബാധ്യത ഖുർആനോടും സുന്നത്തിനോടുമാണ്, നമുക്ക് പ്രതിബദ്ധത ഖുർആനോടും സുന്നത്തിനോടുമാണ്, വ്യക്തികളോടല്ല എന്ന്. അതുകൊണ്ട് ഇനിയും ഒരുപാട് കൂട്ടരെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എണ്ണുന്നുണ്ട്, അവരുടെ നഫ്സ് അവരെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ ആഫുവിന്റെ വിഷയത്തിൽ അള്ളാഹു പുറത്തു തരും എന്ന് പറഞ്ഞ് തിന്മ ചെയ്യുന്ന ആളുകൾ, അവരുടെ നഫ്സ് വഞ്ചിച്ചതാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഇർജാഇന്റെ ആളുകളാണ്. അവര് അമലുകൾ ഈമാനിന്റെ ഭാഗമല്ല എന്ന് വിചാരിച്ചിട്ട് അമലുകളൊന്നും ചെയ്തില്ല, തിന്മകളൊക്കെ ചെയ്തു. കാരണം എന്ത് ചെയ്താലും, നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഈമാനെ ബാധിക്കൂല എന്നാണ് അവർ വിശ്വസിച്ചത്. മറ്റു ചില ആളുകളോ ജബരിയാക്കളാണ്, എല്ലാം അള്ളാഹു ആണ്, നമ്മൾ റോബോട്ട് പോലെയാണ് എന്ന് വിശ്വസിച്ചിട്ട് ഒരുപാട് തിന്മകൾ അങ്ങനെ ചെയ്തു. മറ്റുള്ള ആളുകളോ അവരുടെ മശായിഖുകൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തിന്മകളിലും ഏർപ്പെടുന്ന ആളുകൾ. പിന്നെയോ അവരുടെ പിതാക്കന്മാർ, പ്രപിതാക്കന്മാർ, അവരുടെ കഴിഞ്ഞുപോയ പിതാക്കന്മാരുണ്ട്, അവരുടെ വിഷയത്തിൽ വഞ്ചിതരായ ആളുകൾ. അതുകൊണ്ട് നമ്മൾ ഇത്തരം അവസ്ഥയിൽ പോയി പെടുന്ന, ഇത്തരം വഞ്ചനകളിൽ പോയി പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഷെയ്ത്താനിന്റെ ചില കെണികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിതാബിൽ രചിച്ചിട്ടുണ്ട്, ഇഗാസത്തുൽ ലഅ്ഫാൻ
മസാഇദി ഷൈത്താൻ, ഷെയ്ത്താനിന്റെ കെണികളാണ് അതിൽ മുഴുവനും ചർച്ച. 2 വാള്യങ്ങളിലെ ഗ്രന്ഥാണ്. ഷെയ്ത്താൻ എങ്ങനെയാണ് ഒരു മനുഷ്യനെ പഴിപ്പിക്കുക എന്നുള്ളത് വളരെ കൃത്യമായി അതിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ അനുഭവങ്ങളും മറ്റൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ആശയമെങ്കിലും കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഇത്തരം ഫിത്നയുടെ കാലഘട്ടത്തിൽ തിന്മകളിൽ നിന്ന് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ വിട്ടു നിൽക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൗഭാഗ്യം നേടിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു കുറച്ച് മാപ്പാക്കി നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് അടുത്ത ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട അൻവർ ഹുസൈൻ ചുവലി ഉസ്താദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ സംബന്ധിച്ചുള്ള ക്ലാസ് ആയിരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൃത്യസമയത്ത് തന്നെ ജോയിൻ ആവാൻ ശ്രമിക്കുക. കൂടെയുള്ളവരെല്ലാം ക്ലാസിന്റെ കാര്യത്തിൽ ഓർമ്മപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ.